കഴിഞ്ഞ തവണ ലഭിച്ച 23 സീറ്റുകൾ പോലും നിലനിർത്താൻ കഴിയില്ല എന്ന് മമതാ ബാനർജിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 23 സീറ്റിലെ വിജയം അതുപോലും ആവർത്തിക്കാൻ കഴിയാതെ ഉടർന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് കയറി ഹാട്രിക് വിജയം എന്ന ഖ്യാതി നേടിയെടുത്ത മമതയ്ക്ക് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം കുറിക്കാൻ കഴിയില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗം ആകണ്ട എന്ന് വിചാരിച്ച് എല്ലായിടത്തും അവർ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുകയായിരുന്നു. കോൺഗ്രസിന് മുന്നോട്ട് വെച്ചത് വെറും 2 സീറ്റ് മാത്രം. അത്തരത്തിൽ എല്ലായിടത്തും 40 സീറ്റുകളിലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്ന ആവശ്യമാണ് ഇന്ത്യ മുന്നണി യോഗത്തിൽ മമതാ ബാനർജി മുന്നോട്ട് വെച്ച ആശയം. അത് ബംഗാൾ കോൺഗ്രസ് ഘടകത്തെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും 2 സീറ്റല്ല അതിൽ കൂടുതൽ നേടിയെടുക്കാൻ കഴിയുമെന്ന് ബംഗാൾ ഘടകം കൃത്യമായി പറഞ്ഞപ്പോൾ മമതാ ബാനർജി എന്നാൽ പിന്നെ ഞങ്ങൾ മുന്നണി വിടുന്നു എന്ന തീരുമാനമാണ് കൈക്കൊണ്ടത്. ആ തീരുമാനം ചരിത്രപരമായ വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ എന്ന് ആദരണീയൻ ചൗധരി പറഞ്ഞിട്ടുണ്ട്. നിരവധി മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. മാൾഡയിലും അതുപോലെ തന്നെ ബഹ്റാംപൂരിലും മാത്രമല്ല കോൺഗ്രസിന് ഇത്തവണ ശക്തി കേന്ദ്രമായി നിൽക്കുന്നത്. നിരവധി മേഖലകളിൽ കോൺഗ്രസിന് ആധിപത്യം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണ കോൺഗ്രസ് നേടിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി സെക്യുലർ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീഴാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. നേരത്തെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി വെസ്റ്റ് ബംഗാളിന്റെ നാനാവിധ കോണുകളിലും നടന്നു നീങ്ങിയപ്പോൾ അതിന് ഹർഷാരവം മുഴക്കിയത് ഇടതുപക്ഷം കൂടിയായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി തൃണമൂൽ കോൺഗ്രസിലെ പ്രവർത്തകർക്ക് പോലും ഇപ്പോൾ കോൺഗ്രസിന്റെ ആധിപത്യത്തോട് അത്യാവേശപൂർവ്വമുള്ള സ്വീകരണമാണ് നടത്തുന്നത്. ഗുണ്ടാ രാഷ്ട്രീയം കൈമുതലാക്കി മുന്നോട്ട് നീങ്ങുന്ന ആളുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് മുഴുവൻ കോൺഗ്രസിന്റെ ഈ ആശയത്തോട് യോജിക്കാൻ കഴിയുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയ സുവേന്ദു അധികാരി അടക്കമുള്ള നേതാക്കൾക്ക് മാത്രമാണ് ഗുണ്ടായിസം എന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് കോൺഗ്രസ് തന്നെ പറഞ്ഞ കാര്യമാണ്. അത്തരത്തിലുള്ളവർ ഇപ്പോഴും ആ പ്രവർത്തനം തന്നെ നടത്തുന്നു. സിംഗൂരിലും നന്ദിഗ്രാമിലും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ മമതാ ബാനർജിയുടെ വലം കൈയായി നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു സുവേന്ദു അധികാരി. അതേ സുവേന്ദു അധികാരിയോടാണ് കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ മമതാ ബാനർജി പരാജിതയായത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്.